യോഗാശാസ്ത്രത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തിയത് സപ്തഋഷികളിൽ പ്രധാനിയായ പതഞ്ജലി മഹർഷിയാണ്. അദ്ദേഹത്തിന് പാമ്പുകാൽ മുനിവാർ എന്ന പേരും കൂടിയുണ്ട്. ശരീരം മനുഷ്യൻ്റേതും അരയ്ക്ക് കീഴ്പോട്ട് പാമ്പിൻ്റേതുമായതിനാലാണ് അദ്ദേഹത്തെ ഇങ്ങനെ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം ആദിശേഷന്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയ അഷ്ടാംഗ യോഗയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അഷ്ടാംഗ യോഗത്തിലെ 8 അംഗങ്ങൾ ഏതെല്ലാമെന്ന് ആദ്യം നോക്കാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതിൽ ആദ്യത്തേത് യമം. യമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഡിസിപ്ലിനെയാണ്. ഇതിൽ വരുന്നതാണ് അഹിംസ, സത്യം, ബ്രഹ്മചര്യം മുതലായവ. രണ്ടാമത്തെ അംഗമാണ് നിയമം. നിയമത്തിൽ ആണ് എന്തിനാണ് യമം പാലിക്കുന്നത് എന്നതിനുള്ള കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്നത്. അടുത്ത യോഗമാണ് ആസനം. യോഗയിൽ നിരവധി ആസനങ്ങൾ ഉണ്ട്. എല്ലാ ആസനവും എല്ലാവർക്കും കംഫർട്ട് ആകണമെന്നില്ല. അതിനാൽ തന്നെ ഏതാണോ അവനവന് ചേരുന്നത് അത് തിരഞ്ഞെടുക്കുവാൻ കഴിയണം. ഏത് ആസനത്തിലാണോ കൂടുതൽ സമയം കംഫർട്ടായി ഇരിക്കുവാൻ സാധിക്കുന്നത്, അതായത് യാതൊരു എഫേർട്ടും ഇല്ലാതെ, അതിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു ആസനം മതി നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കുവാൻ. യഥാർത്ഥ ജിയോമെട്രിയിൽ ഇരിക്കുമ്പോഴാണ് ശരീരവും പ്രപഞ്ചവും തമ്മിൽ ഐക്യത്തിൽ വരുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ ജിയോമെട്രി പത്മാസനത്തിൽ ആയിരിക്കും വർക്കാകുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആയി എന്ന് വിചാരിച്ച് നിങ്ങളുടെ സഹോദരനോ കുടുംബാംഗങ്ങൾക്കോ അങ്ങനെ ആകണമെന്നില്ല. അടുത്ത യോഗമാണ് പ്രാണായാമം. പ്രാണായാമം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നിന്നും ടോക്സിക്കായ എല്ലാ വസ്തുക്കളും പുറന്തള്ളപ്പെടും. ഈ 4 യോഗവും ശരീരത്തെയും പുറം ലോകത്തെയും അടുക്കുവാനുള്ള പ്രാക്ടീസാണ്. എങ്കിൽ അടുത്ത 4 യോഗങ്ങളും അകൽ ലോകത്തിനും മനസ്സിനും ഉള്ളതാണ്. ആദ്യത്തെ 4 യോഗങ്ങളും കൃത്യമായി ചെയ്താൽ 5ാമത്തെ യോഗം എത്തുന്ന സമയം ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറയും. എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾക്കും കൃത്യമായ അളവ് വരും. മൊത്തത്തിൽ ഒരു ഡിസിപ്ലിൻ വരും എന്ന് അർത്ഥം. ഈ ഒരു അവസ്ഥയിലാണ് ധ്യാനം ആരംഭിക്കുന്നത്. ഈ യോഗത്തെ പ്രത്യാഹാരം എന്ന് വിളിക്കുന്നു. അടുത്ത യോഗമായ ധാരണയ്ക്കും പ്രത്യാഹാരത്തിനും കടുക് അളവ് വ്യത്യാസമേ ഉള്ളൂ. അതായത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന മനസ്സിന് ചാഞ്ചാട്ടമുണ്ടായാൽ മനസ്സിനെ തിരികെ നിലനിർത്തുക. മനസ്സ് ചിന്തകളില്ലാതെ ആഴ്ന്ന നിശബ്ദതയിൽ എത്തുന്ന അവസ്ഥയാണ് ധ്യാനം, അതായത് 7ാമത്തെ യോഗം. ധ്യാനം കൂടുതൽ ആഴത്തിൽ എത്തുന്ന സമയം സംഭവിക്കുന്നതാണ് ഏറ്റവും ഒടുവിലത്തെ യോഗം, സമാധി. സമാധി നിരവധി തരത്തിലുണ്ട്. എന്നാൽ പതഞ്ജലി മഹർഷി അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ഭോഗർ സിദ്ധർ അദ്ദേഹത്തിൻ്റെ ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ വ്യത്യസ്ത തരം സമാധി നിലകളെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൃത്യമായി ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് സമാധി എന്ന നിലയിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഭീമമായ ഫീസ് നൽകി 1-2 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഈ ഒരു യൂണിവേഴ്സിനെ നിങ്ങളുടെ കാൽ കീഴിൽ ഒന്നും കൊണ്ടുവരാൻ കഴിയുകയില്ല. അഫർമേഷൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിനെ ഒന്ന് തണുപ്പിക്കാം. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ അതും തീർന്നു. നിങ്ങൾ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ യഥാർത്ഥ ആത്മീയ സാധന തന്നെ ചെയ്യേണ്ടി വരും, ഒരു നല്ല ഗുരുവിൻ്റെ കീഴിൽ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.